ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം കർത്താവ് തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ പേരെ തിരഞ്ഞെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 പേരെ അവിടുന്ന് അയക്കുന്ന ഒരു വേദിയാണ്, അവരെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു വേദിയാണ് നമ്മളിവിടെ കാണുക. ഈ സുവിശേഷ ഭാഗത്ത് വളരെ പ്രത്യേകമായിട്ടവിടുന്നൊരു കാര്യം പറയുന്നുണ്ട്. അവൻ മലമുകളിലേക്ക് കയറി. ദൈവാനുഗ്രഹത്തിന് എപ്പോഴും നമ്മൾ മുകളിലേക്കാണല്ലോ നോക്കാറുള്ളത്, താഴേക്ക് നോക്കിയിരുന്ന് അങ്ങനെ പറയാറില്ല. അനുഗ്രഹം മുകളിലാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് നോക്കിയാണ് ദൈവത്തെ വിളിക്കുന്നത്. അതെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ആ ഉന്നതങ്ങളിലേക്ക് അവരെ ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി അവിടുന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചുവെന്ന്. ഒത്തിരി പേര് ഈ ധ്യാനം അല്ലെങ്കിൽ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കേട്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒത്തിരി പേര് പുറത്തുണ്ട്. മാമോദീസ മുങ്ങിയിട്ട് വിശ്വാസത്തിന് പ്രകടനമായി ഞായറാഴ്ചകളിലും ഇട ദിവസങ്ങളിലുമൊക്കെ മുടങ്ങാതെ പള്ളിയിൽ പോകുന്നവരുമുണ്ട്. തങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി, സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞു വിട്ടിരിക്കുന്നവരുമുണ്ടാകും. പക്ഷേ ജീവിതത്തിൽ നിങ്ങളെ കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ദൈവത്തിൻ്റെ വചസ്സുകൾ ശ്രവിക്കുവാൻ വേണ്ടിയിട്ട്, അത് ശ്രവിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് പറഞ്ഞു കൊടുത്തവരെ ശക്തരാക്കുവാൻ വേണ്ടി കർത്താവ് 12 പേരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞതുപോലെ ഈ വിളിക്കപ്പെട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരുടെയും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം മുഴുവനും ജനങ്ങൾക്ക്, വിശ്വസിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കണം. അവരോട് പറയും, തന്നോട് ആയിരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം നൽകുന്നതിനുമായി അവരെ വിളിച്ചു. ദൈവത്തോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തോടുകൂടി നമ്മളല്ലാതാകുന്ന സമയങ്ങൾ, ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യമാക്കി തരാൻ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തുന്ന, പാപം ചെയ്യുന്ന അവസരങ്ങളെ ഒഴിവാക്കി നിർത്തുവാൻ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുവാൻ വേണ്ടി, നമ്മുടെ ചിന്തകളിൽ കയറി കുടിയിരിക്കുന്ന അന്യദേവന്മാരും അന്യവിശ്വാസങ്ങളുമൊക്കെ ഒന്ന് കുടിയിറക്കിയിട്ട് അവിടെ വാസമുറപ്പിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താര കണ്ടിട്ട് മറ്റുള്ളവർ പറയണം ഇവർ ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരായി നമ്മളുള്ളവർ. നമ്മുടെ ദൗത്യം അതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ അപ്പസ്തലന്മാരുടെ പേര് പറഞ്ഞവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എന്നിൽ നിന്ന് ഈ ദൗത്യം നിർവഹിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്, പാപം തന്നെയാണ്. ഒരു ക്രൈസ്തവനെന്ന പേര് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ആ ബാനറിൽ നടക്കുന്നവനായിട്ട് ഞാൻ മാറിയത് കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നാണ് പറയുന്നത്. ക്രിസ്തു കാണിച്ച ഈ അത്ഭുതങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ, അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണിത്. ഇത് അച്ഛന്മാരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്നതല്ല. വിശ്വാസപൂർവ്വം പോയി പ്രാർത്ഥിക്കുന്ന, വിശ്വാസപൂർവ്വം ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ വർഷിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ മാത്രമല്ല അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട്, ആത്മാഭിഷേകം നടത്തിക്കൊണ്ട് ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ചതിൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മളിവിടെയും മറ്റ് പലയിടങ്ങളിലുമായിട്ട് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ സാക്ഷ്യങ്ങൾ പറയുന്നത് കണ്ടുകൊണ്ടാകാം നമുക്കിവിടെ വരാൻ വേണ്ടി ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകുക. മറ്റു പലർക്കും കിട്ടുന്നല്ലോ, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്, 100 പ്രാവശ്യം പോയി പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് എവിടെയാണെന്ന് നോക്കുക. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് നിറയാൻ വേണ്ടിയിട്ട് എവിടെയോ ചില തടസ്സങ്ങളുണ്ട് എന്ന് ഇപ്പോഴും മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. ഈ അപ്പസ്തലന്മാർക്ക് കൊടുത്തുവിട്ട അനുഗ്രഹം, രോഗികളെ നിങ്ങൾ സുഖമാക്ക്, പിശാചുക്കളെ ബഹിഷ്കരിക്ക്. ഈ പിശാച് ഇന്ന് ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും നമ്മളെ ബഹിഷ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളോടുകൂടി തന്നെ നടപ്പുണ്ടാകും. കർത്താവിൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഉപവസിച്ചിരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പിശാച് എന്ന് പറഞ്ഞ് വലിയ പുണ്യം പറഞ്ഞുകൊണ്ടല്ലേ ചെന്നത്. നീ ദൈവമല്ലേ? അതെ,
ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശേഷമായി അവനെ സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട്, സുഖിപ്പിക്കുന്ന പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട്, സുഖിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മളുടെയൊക്കെ ഉള്ളിനെ മലിനമാക്കിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് കർത്താവിന് നമ്മളിലൂടെ ഇത് പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഈ ജഡീകതയുടെ വ്യാപാരങ്ങളും ധനമോഹത്തിൻ്റെ പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള പ്രവൃത്തികളും, സത്യത്തിന് നിരക്കാത്തതും ദൈവത്തിന് നിരക്കാത്തതുമായ പ്രവൃത്തികളുടെ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ നുറങ്ങ് കഷ്ണങ്ങൾ നമ്മുടെയൊക്കെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നാം ആകുന്ന വ്യക്തിയിൽ എവിടെയൊക്കെയോ ഇനിയും ഇരിക്കുന്നത് ഇറക്കിക്കളയണമെന്ന് പറയുന്നു. ഇറക്കിക്കളഞ്ഞാൽ അത്ഭുതം അവനിലൂടെ പ്രവർത്തിക്കുമെന്ന് കർത്താവ് പറയുന്നത്. ഈ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും എന്ന് പറയുന്നത് പിശാചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പിശാചാണ് പറ്റിച്ചത്. നമ്മളിതിനാ പിശാചിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്? നമ്മൾ പ്രഘോഷിക്കേണ്ടത് ദൈവത്തെയാണ്, തമ്പുരാനാണ്. നമ്മൾ അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ പാടുന്നത്, ദൈവത്തിന് സ്തുതി എന്ന്. എന്നിട്ട് അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഈ അപ്പസ്തലന്മാർ ഓരോരുത്തരെയും അവിടെ നേൽപ്പിച്ചു. അതിൽ ഒരാൾ നമ്മൾ യേശുവിനെ ഒറ്റിക്കൊടുത്ത് യൂദാസും കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഇത്രയൊക്കെ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും, ഇത്രയും ജീവിത സാക്ഷ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലും ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞു കൊടുത്ത് അപ്പസ്തോലന്മാർ അത് സ്വീകരിച്ചിട്ട് ആ ശക്തിയാൽ ജീവിതം മുഴുവനും നേടാവുന്നത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അവർ നടന്നുപോയി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവർ വന്ന് പ്രസംഗിച്ച അത്ഭുതങ്ങളും, അവർ പ്രവർത്തിച്ച അത്ഭുതങ്ങളും, അവർ പ്രസംഗിച്ച സുവിശേഷവും നമ്മുടെ ജീവിതത്തിന് ഇന്ന് ശക്തിയായി തീർന്നു. അങ്ങനെ സഭയുടെ നെടുന്തൂണായി അവർ മാറി. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം. നമ്മളുടെ ജീവിതത്തിലൂടെ അത് ഒഴുകി പോകുന്നുവെങ്കിൽ നമുക്കറിയാം, നമ്മൾ കയ്യിൽ വെള്ളം പിടിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ വെള്ളാർക്ക് കൊടുക്കാൻ വേണ്ടി മേടിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ വെള്ളം പറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി പറയുന്നതിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നമ്മളായിരിക്കുന്നത് നമ്മൾ എത്തി നോക്കണം. നമ്മളിലേക്ക് നമ്മൾ വിശുദ്ധനായി മാറുമ്പോൾ, വിശുദ്ധമായ ചിന്തകളുടെ ഉറവയായി മാറുമ്പോൾ നമ്മളുടെ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെ വിശുദ്ധമായ ചിന്തകളുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ സ്വീകാര്യമായ പ്രവൃത്തികൾ ചെയ്യും. അവിടെ മനുഷ്യരോടിക്കൂടും. അവരുടെ വാക്കുകൾക്ക് മനുഷ്യർ വില കൊടുക്കും. അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ പറയും. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി ദൈവാനുഗ്രഹം സിദ്ധിക്കുന്ന മനുഷ്യരായിട്ട് മാറാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ലേലം വിളിച്ചത് കൊണ്ടൊന്നും ആകുന്നില്ല. ഞാൻ ശുദ്ധമായി കഴിയുമ്പോൾ എന്നിലൂടെ ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിൽ ദൈവം എന്നെ ഉപകരണമാക്കി എന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് ഈ അപ്പസ്തലന്മാരുടെ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചത്. സുവിശേഷം കേട്ടവർ, സുവിശേഷത്തിൽ വിശ്വസിച്ചവർ, സുവിശേഷത്തിന് സാക്ഷ്യം നൽകിയവർ, അവരെ ഓരോരുത്തരുടെയും അവർ ഇതിലെല്ലാം അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ഈ പീലിപ്പോസിനെയും ബർത്തലോമിയെയും ശമയോൻ പത്രോസിനെയും ഒക്കെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ട ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ച ആ കർത്താവ് പിന്നെ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു, ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഇരട്ടി കിട്ടുമെന്നും. പ്രിയമുള്ളവരെ, കുടുംബം ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഇടമാണ് അവിടം. ഇന്ന് കുടുംബത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ട് കുടുംബം അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട കാലം അതിക്രമിച്ചുവോ എന്നറിയില്ല. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളും വിവാഹമോചനത്തിന് വേണ്ടിയുള്ള ത്വരയും വെറും ലൈംഗിക ആസക്തിയുടെ അനുഭവത്തിന് വേണ്ടി മാത്രമായിട്ട് കണ്ടെത്തുന്ന കുടുംബ ബന്ധങ്ങളുമൊക്കെ പലതും നാശത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടന്നിരുന്ന നല്ല കുടുംബത്തിലെ മക്കളൊക്കെ പലരും ഇന്ന് അന്യദേവന്മാരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരോടൊപ്പം സ്നേഹമെന്നുള്ള സത്യമെന്തെന്ന് മനസ്സിലാക്കാതെ വശ്യതയിൽ അകപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ എവിടെ നിന്ന് സംഭവിക്കുന്നത്? ആരിതിന് കുറ്റക്കാര്?
പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തിബന്ധങ്ങളെ, സഹോദര ബന്ധങ്ങളെ ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ആത്മാവിനോട് പ്രാർത്ഥിക്കുക. അവിടുത്തെ അഭിഷേകം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പോകുമ്പോൾ മാസാമാസങ്ങളും എല്ലാ ആണ്ടിലും അല്ലെങ്കിൽ പോയി ഇങ്ങനെ തീർത്ഥാടനങ്ങൾ സംഭവിക്കുക, ധ്യാനങ്ങളിൽ കൂടി ചെന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത് മാത്രമാകുന്നില്ല. ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പ്രഘോഷിക്കുന്ന ചില മാറ്റങ്ങൾ നമ്മളിൽ വരുത്താൻ തയ്യാറാകണം. മാറ്റം വരുത്താൻ കഴിയുന്നവൻ മനുഷ്യനാണ് സാധിക്കുന്നത്. ആ മാറ്റം വന്ന മനുഷ്യരുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് സാക്ഷിയാണ് നമ്മളിന്ന്. കർത്താവ് ആ ധൂർത്തപുത്രൻ്റെ അവൻ മാനസാന്തരം സൃഷ്ടിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കുന്നു. നഷ്ടപ്പെട്ടത് മുഴുവനും അവന് തിരിച്ചു കിട്ടി. പ്രിയമുള്ളവരെ, നഷ്ടബോധം കൊണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ? അതോ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ എന്ന് തന്നെ പറയണം. ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് നന്ദി എന്ന് പറയാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് മൗനമായിട്ടെന്ന് തന്നെ നമുക്ക് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കാം. അടുത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്ന സ്വരത്തിൽ മാത്രം സ്തുതിച്ചാൽ മതി. ഒച്ചത്തിൽ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. ഒച്ചത്തിൽ സ്തുതിക്കാനാണ് ഞാൻ പറയുക. അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ എനിക്ക് തന്ന മഹത്വത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഉണരട്ടെ. തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ വർഷിക്കാൻ കഴിവുള്ള, അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ള, ആത്മീയ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ള ആത്മാവ് നമ്മൾ ഓരോരുത്തരുടെയും ശിരസ്സിന് മുകളിൽ അഗ്നിനാളമായിട്ട് ജ്വലിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വഴിയും വഴികാട്ടിയുമായി എന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴിയുന്ന ഒച്ചത്തിൽ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിനക്ക് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.